നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ നോക്കാം. നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് എന്താ പഠിച്ചത്? 1/2 റൂട്ട് എക്സ് അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സ് പഠിച്ചത് നമ്മൾ 1/2 റൂട്ട് എക്സ് ആണ്. അപ്പം നമുക്കിതിൻ്റെ ഇൻ്റഗ്രൽ വരുമ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ 1/√ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? 2 റൂട്ട് എക്സ് പ്ലസ് ഇ വരും. അതായത് 1/√ എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 റൂട്ട് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് എ എക്സ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ അവിടെ എന്തായിരിക്കും? ഏത് ഫോർമുലയ്ക്കകത്ത് മാറ്റമില്ല. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. റൂട്ട് എ, ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. എ എസ് പ്ലസ് ബി വരും, ഡിവൈഡഡ് ബൈ എ വരും, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ ബൈ വരും. എല്ലാ ഫോർമുലയ്ക്കകത്തും അങ്ങനെ തന്നെ. 1/√ എക്സ് എന്താ? 2 റൂട്ട് എക്സ്. അപ്പൊ ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എ എസ് പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 റൂട്ട്, ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. പിന്നെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ ബൈ വരും. ഈ രണ്ട് ഫോർമുല വെച്ച് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 5x പ്ലസ് 1 ആണെന്ന് വെച്ചോ. നമ്മുടെ ആൻസർ എന്തായിരിക്കും? ഇവിടെ 2 അങ്ങനെ തന്നെ വരും. ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതണം. റൂട്ട് 5x പ്ലസ് 1 ഡിവൈഡഡ് ബൈ ഏത് വരും? ബൈ എ വരും. അവിടെ എയുടെ സ്ഥാനത്ത് എടുക്കുന്ന നമ്പർ ഏതാ? ഈ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 ആണ് അല്ലേ? അപ്പോൾ ആ എയുടെ സ്ഥാനത്ത് എന്ത് വരും? 5 വരും. അപ്പം എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ ബൈ വരിക എന്നുള്ളത് നമ്മളിത് ഓർത്ത് വെച്ചോളണം. എ ഈക്വൽ ടു ഇവിടെ എന്താണ്? 5 ആണ്. അപ്പോൾ അനദർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 7x പ്ലസ് 2 ആണെന്ന് വെച്ചോ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ വരും? 2 റൂട്ട് 7x പ്ലസ് 2. പിന്നെ ആ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയണ എ എന്താ? 7 അല്ലേ? അപ്പോൾ എന്ത് വരും? ബൈ 7 അവിടെ വരും, പ്ലസ് ഇ വരും. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് 2x എന്ത് വരും? ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -2 അല്ലേ? അപ്പോൾ 1/-2 വരും. പിന്നെ 2 റൂട്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ എഴുതുക. റൂട്ട് 1 മൈനസ് 2x പ്ലസ് ഇ വരും. ദെൻ അനദർ എക്സാമ്പിൾ നോക്കുക. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 8x പ്ലസ് 1 ആണ് നോക്കുക. ആൻസർ എന്നാ വരും? 1/8 പിന്നെ 2 റൂട്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. 8x പ്ലസ് 1 വരും. ക്ലിയർ ആയോ? അപ്പൊ ഏതൊരു ക്വസ്റ്റിനകത്താണെങ്കിലും നമ്മൾ എക്സിന്റെ കോഎഫിഷ്യൻ്റ് അങ്ങനെ തന്നെ വരും. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 9x പ്ലസ് 1 ആണ് നോക്കുക. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ 1/9, എക്സിന്റെ കോഎഫിഷ്യൻ്റ് എവിടെ ബൈ വരും? അപ്പൊ 1/9 വരും. പിന്നെ 2 റൂട്ട് 9x പ്ലസ് 1 വരും. ക്ലിയർ ആയല്ലോ? ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കുക. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 1 മൈനസ് എക്സ് ആണെന്ന് വെച്ചോ. അപ്പൊ അവിടെ എക്സിന്റെ കോഎഫിഷ്യൻ്റ് ഏതാ? -1. അവിടെ ഈ എക്സിന്റെ കോഎഫിഷ്യൻ്റ് -1 അല്ലേ? അപ്പൊ 1/-1. പിന്നെ എന്ത് വരും? 2 റൂട്ട്, പിന്നെ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. 1 മൈനസ് എക്സ് പ്ലസ് ഇ എന്ന് വരും. ക്ലിയർ ആയല്ലോ? സെവൻത് ക്വസ്റ്റ്യൻ നോക്കുക. ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 5x ആണെന്ന് വെച്ചോ. എന്തായിരിക്കും ആൻസർ എന്ന് പറഞ്ഞു നോക്കിയ മക്കളെ? എക്സിന്റെ കോഎഫിഷ്യൻ്റ് അവിടെ 5 അല്ലേ? അപ്പൊ 1/5 വരും. പിന്നെ 2 ചേർത്ത് ഈ റൂട്ട് 5x പ്ലസ് ഇ അങ്ങനെ തന്നെ എഴുതും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഓരോ ക്വസ്റ്റിനകത്തും നമ്മളെ പഠിച്ച ഫോർമുല അങ്ങനെ തന്നെ വരും. അവിടെ എല്ലാം എക്സിന്റെ കോഎഫിഷ്യൻ്റ് നമുക്ക് ബൈ വരും. അങ്ങനെയാണെങ്കിൽ അനദർ എക്സാമ്പിൾ നോക്കാം. എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 7x പ്ലസ് 1 ആണെന്ന് വെച്ചോ. എന്തായിരിക്കും ആൻസർ എന്ന് പറഞ്ഞു നോക്കി നമ്മൾ? അവിടെ എക്സിന്റെ കോഎഫിഷ്യൻ്റ് 1/7, പിന്നെ നമ്മുടെ 2 റൂട്ട്, ഈ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ വരും. 7x പ്ലസ് 1 വരും. പ്ലസ് സി നമ്മൾ എല്ലാത്തിനകത്തും കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ചെയ്യുക. എഴുതണം, മറന്നു പോരുത് കേട്ടോ. നമുക്ക് ഈ വർക്കൗട്ട് എക്സാമ്പിൾ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്ത് നോക്കണേ. റൂട്ട് 8x പ്ലസ് 1. സെക്കൻഡ് വൺ, ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 5x പ്ലസ് 2. 3. ഇന്റഗ്രൽ ഡി എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് 9x. പ്രോബ്ലം ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓക്കെ ആയിക്കോളും.